ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു പ്രോൺ കറി ഉണ്ടാക്കിയാലോ. ഒരു 15 മിനിറ്റ്സ് മതി നമുക്ക് പ്രോൺ കറി ഉണ്ടാക്കാനായിട്ട്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 2 സ്മോൾ ഓണിയൻ, 2 സ്മോൾ ടൊമാറ്റോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ചില്ലി, പിന്നെ കുറച്ച് കൊറിയണ്ടർ ലീവ്സ്, ഒരു 1/4 ഗ്ലാസ് വാട്ടർ, പിന്നെ 1 ഗ്ലാസ് ഓഫ് മിൽക്ക്, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് പൊടികൾ ആവശ്യമുള്ളത് ചില്ലി പൗഡർ 2 ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂൺ കൊറിയണ്ടർ പൗഡറും, ടർമറിക്, പിന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ, cumin പൗഡർ ഒരു 1/4 ടീസ്പൂൺ, പിന്നെ 500 ഗ്രാം പ്രോൺ. എന്നാൽ നമുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇടാം. അതിലോട്ട് 2 സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടാം. ഒന്ന് കളറ് മാറുന്ന വരെ അതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. ടു ചില്ലീസ്, ഗ്രീൻ ചില്ലി, പിന്നെ 2 സ്മോൾ ടൊമാറ്റോ. ഒന്ന് നന്നായിട്ട് വഴറ്റുക. അത് ഒരു 2 മിനിറ്റ് അതിലേക്ക് എല്ലാ പൗഡറുകളും ആഡ് ചെയ്യുക. കുറച്ച് ഉപ്പും ആഡ് ചെയ്യുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് കഴിഞ്ഞിട്ട്, എന്നിട്ട് അതൊന്ന് ഇച്ചിരി നേരം ഒന്ന് അടച്ച് വയ്ക്കുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ പ്രോൺ ആഡ് ചെയ്യാണ്. സ്വല്പം സോൾട്ടും കൂടി ആഡ് ചെയ്യുന്നു. അടച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞ് അതിലോട്ട് കുറച്ച് കോക്കനട്ട് മിൽക്ക് ഒഴിക്കുക. കോക്കനട്ട് മിൽക്ക് വേണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യണ്ട കേട്ടോ. ആ കോക്കനട്ട് മിൽക്ക് ഒഴിക്കുന്ന അവിടെ എത്തുമ്പോൾ നിർത്താം. അപ്പോഴും നല്ല പ്രോൺ കറി ആയിരിക്കും. ചോറിൻ്റെ കൂടെ ഇച്ചിരി ചാറ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി കൊറിയണ്ടർ ലീവ്സും ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു സെർവിങ് ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നമ്മുടെ പ്രോൺ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. 15 മിനിറ്റ്സ് മതി നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.